അങ്ങനെ ഓണം ഇവിടെ എത്താറായല്ലേ. ഓണം എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് എൻ്റെ അമ്മ വീടും അമ്മൂമ്മയാണ്. അമ്മൂമ്മയാണെങ്കിലും ആൾക്ക് അമ്മ എന്ന് വിളിച്ച് കേൾക്കാനായിരുന്നു ഇഷ്ടം. അതുകൊണ്ട് തന്നെ മക്കളും കൊച്ചുമക്കളും എല്ലാവരും വിളിക്കുന്നത് അമ്മ എന്നായിരുന്നു. വെക്കേഷൻ തുടങ്ങുമ്പോൾ തന്നെ ഓടും അമ്മ വീട്ടിലേക്ക്. പിന്നെ അവിടെയാണ് അമ്മയുടെ കൂടെയുള്ള ഓണം എന്ന് പറയുമ്പോൾ രാവിലെ എണീറ്റ് പൂവൊക്കെ പറിക്കാൻ പോകും, പറമ്പിലും പാടത്തും ഒക്കെ പോകും. അന്നൊന്നും ഇതുപോലെയല്ലായിരുന്നു, ഇഷ്ടം പോലെ പൂക്കളായിരുന്നു. എവിടെ നോക്കിയാലും ഓണം ആകുമ്പോഴേക്കും എവിടെ നോക്കിയാലും പൂക്കളായിരുന്നു. പണ്ട് നമ്മുടെ പൂച്ചപ്പൂ എന്നൊക്കെ പറയും, പിച്ചിപ്പൂ, ഒരു ലാവൻഡർ കളറുള്ളത്. ഇപ്പം അതൊന്നും കാണാനേ ഇല്ല. പണ്ടൊക്കെ ഞാൻ ഈ പൂച്ചപ്പൂ കാണുമ്പോഴായിരിക്കും ഓണം വരാറായി എന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പം അതൊന്നും കാണാറില്ല. അങ്ങനെ പിന്നെ കുറേ കളർ ഇലകളൊക്കെ ഉണ്ട്, കളർ ചീര, അതൊക്കെ പറിച്ച് കുനുകുനാന്നെരിഞ്ഞ് അങ്ങനെയൊക്കെയാണ് പൂ ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ ഈ ഒരു ചെടി കണ്ടോ, ഇത് ഭയങ്കര നൊസ്റ്റാൾജിക്കാണ്. ഇത് കാണുമ്പോഴേ എനിക്ക് ഓണം ഓർമ്മ വരും. കാരണം ഇത് ഓണത്തിന് മാത്രമേ എടുക്കാറുള്ളൂ, അല്ലാതെ ഉണ്ടാവും തോന്നുന്നു. പക്ഷേ ഓണത്തിന് മാത്രമേ ഇതിൻ്റെ ആവശ്യം വരാറുള്ളൂ. അപ്പോൾ ഇത് വെച്ചും നമ്മൾ പൂവൊക്കെ ഇടാറുണ്ട്. എനിക്കിപ്പോൾ ഏറ്റവും ഒരു വിഷമമായിട്ട് തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ്. അവർക്കിങ്ങനെ കാട്ടിലും പറമ്പിലൊക്കെ പോയിട്ട് പൂ പറിച്ചുകൊണ്ട് വരിക, പൂവിടുക എന്നൊക്കെ പറയുന്നത് സങ്കല്പിക്കാൻ പോലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഇങ്ങനെ നല്ല നല്ല ഓർമ്മകളൊക്കെ ഇറക്കിക്കൊണ്ട് വീട്ടിലുണ്ടായിരുന്ന കുറച്ച് പൂവൊക്കെ വെച്ച് ഞാൻ എൻ്റേതായിട്ടുള്ളൊരു പൂക്കളം ഇട്ട് വന്ന്. പിന്നെ ഇന്നലെ മേടിച്ച പൂവിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയാണല്ലോ നമ്മൾ പൂക്കളില്ലാത്തതുകൊണ്ട് നമ്മൾ പൂക്കൾ മേടിക്കുന്നു. അങ്ങനെയാണല്ലോ, എല്ലാം റെഡിമെയ്ഡാണല്ലോ. അങ്ങനെ റെഡിമെയ്ഡ് പൂക്കളങ്ങളുടെ ഈ കാലഘട്ടത്തിൽ പണ്ടത്തെ ഓണത്തിൻ്റെയും പൂക്കളത്തിൻ്റെയും ഒക്കെ മധുരമുള്ള ഓർമ്മകൾ ചേർത്ത് വെച്ച് ഞാൻ ഒരുക്കിയ ഇന്നത്തെ പൂക്കളം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു.